നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ കാലാവസ്ഥാ നയങ്ങളും രാജ്യാന്തര വ്യാപാര വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന 24 ബിസിനസ് കോൺക്ലേവ് നാളെ കൊച്ചിയിൽ. സുസ്ഥിര ബിസിനസ് മാതൃകൾക്ക് ഊന്നൽ നൽകുന്ന സെഷനുകളാണ് കോൺക്ലേവിന്റെ മുഖ്യ ആകർഷണം. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബിസിനസ് കോൺക്ലേവിന്റെ ഉദ്ഘാടകൻ. ബിസിനസ് രംഗത്തെ പ്രമുഖർ, നയരൂപകർത്താക്കൾ, ഗവേഷകർ തുടങ്ങി പ്രമുഖരെ അണിനിരത്തിയാണ് 24 ബിസിനസ് കോൺക്ലേവിന്റെ രണ്ടാം പതിപ്പ് കൊച്ചിയിൽ നടക്കുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും മുഖ്യാതിഥികളാകും. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. 24 സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ കേന്ദ്രമന്ത്രിയും അതിഥികളും തമ്മിലുള്ള പ്രത്യേക സംവാദം നയിക്കും. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക നയമാറ്റങ്ങളും സുസ്ഥിര വികസനവും വ്യാപാര കരാറുകളും ചർച്ചയാകുന്ന ബിസിനസ് കോൺക്ലേവിൽ കേരളത്തിലെ സംരംഭകർക്കും നിക്ഷേപകർക്കും പുതിയ ദിശാബോധം നൽകുന്ന 2 സെഷനുകളാണ് പ്രധാന ആകർഷണം. കേരളീയ സാഹചര്യങ്ങളിൽ വികസനവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ തുല്യ പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതാണ് ആദ്യ സെഷൻ. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം മോഡറേറ്റർ ആകുന്ന ചർച്ചയിൽ സ്റ്റേറ്റ് എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ R ഹരികുമാർ, ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം M ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകനും കോളമിസ്റ്റുമായ ശ്രീജിത്ത് പണിക്കർ, ഫ്രഷ് ടു ഹോം കോ ഫൗണ്ടറും CEOയുമായ മാത്യു ജോസഫ് എന്നിവർ പങ്കെടുക്കും. രണ്ടാമത്തെ സെഷനിൽ ആഗോള വ്യാപാരവും കയറ്റുമതി തീരുവയും എങ്ങനെ ബിസിനസ്സുകളെ ബാധിക്കുമെന്ന ചർച്ച 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയന്റെ നേതൃത്വത്തിൽ നടക്കും. സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വിജു ജേക്കബ്, CII കേരള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിഭാഗം കൺവീനർ അജയ് ജോർജ് വർഗീസ്, ക്യാപിറ്റെയർ ഫൗണ്ടർ CA ശ്രീജിത്ത് കുണിയിൽ, മൂലൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വർഗീസ് മൂലൻ എന്നിവർ പാനലിസ്റ്റുകളാണ്. കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് കരുത്തേകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളടക്കം സംവാദത്തിൽ ഉരുതിരിയും. 24 കൊച്ചി. കേരളത്തിന്റെ ഭാവിക്കായി ഒന്നിക്കാമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു 24നോട്. വികസനത്തിന്റെ കുതിച്ചുചാട്ടത്തിന് എല്ലാ വിഭവങ്ങളും കേരളത്തിലുണ്ട്. കേരളത്തിന്റെ ഭാവി തിളക്കമുള്ളതാണെന്നും കേരളത്തിനായി നമുക്ക് കൂടുതൽ സംഭാവന ചെയ്യാമെന്നും 24 കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്രമന്ത്രി പറഞ്ഞു. 24 ബിസിനസ് കോൺക്ലേവിലേക്ക് ക്ഷണിച്ചതിൽ നന്ദിയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. Well, I'm always excited to be in Kerala, and 24 Business Channel has invited me for a special event. So I'm grateful that I'm invited, and I would like to share some of my thoughts tomorrow. Future of Kerala is bright. Yeah. We just need to come together and give more emphasis to the potential of Kerala. Kerala is one of the finest state in terms of potential, whether it's a human potential, it's a geographic location, it's natural resources, and it's the young population of Kerala. Everything is so suitable for Kerala to jump to the next phase of development. Okay, thank you. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ഡൽഹിയിലെ സീലംപൂരിൽ വൻ തീപിടുത്തം. ഓൾഡ് സീലംപൂരിലെ വസ്ത്രശാലയ്ക്കാണ് തീപിടിച്ചത്. 30 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. 15 ജീവനക്കാരെ വസ്ത്രശാലയ്ക്ക് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴാണ് ഈ തീപിടുത്തം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്? എന്താണ് നിലവിലെ സാഹചര്യം? ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിന്നാലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് ആരംഭിച്ചു. ഇപ്പോഴും തീ പൂർണ്ണമായും അണച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു അപകടനില അത് തരണം ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിപ്പിക്കുന്നത് അത് തടയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അടുത്ത ഒരു അരമണിക്കൂറിലകം തന്നെ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഈ ഓൾഡ് സീലംപൂരിൽ ഒരു വസ്ത്രശാലയിലാണ്, ആ വസ്ത്രശാലയുടെ ഏറ്റവും താഴത്തെ നിലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. അത് പിന്നീട് മുകളിലത്തെ 4 നിലയിലേക്ക് കൂടി പടർന്ന് കയറുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 4 നിലകളിലും പല കമ്പനികൾക്കും അതുപോലെ പല കടകളിലേക്കും തുണിമണികൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഗാർമെന്റ് കടകളുടെ പല ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തുണികളിലേക്കെല്ലാം തന്നെ തീ പടർന്നു എന്നുള്ള വിശദീകരണമാണ് ഫയർഫോഴ്സ് നൽകിയിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അവിടെ 15 ജീവനക്കാരുണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഒഴിപ്പിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഒരാൾക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും അയാളുടെ നിലയും തൃപ്തികരമാണെന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് നാളത്തെ തീ പൂർണ്ണമായും അടച്ച് നാളത്തെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
കേരളത്തിൽ കാസർഗോഡും ഉണ്ട് ഒരു തീപിടുത്തം. കാസർഗോഡ് മൂളിയാറിൽ കയർ ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. നെക്രംപാറയിൽ പ്രവർത്തിക്കുന്ന സ്കന്ദ കയർ ഫാക്ടറിക്കാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ അവിടെ തീ അണയ്ക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡും ചേരുന്നതിന്റെ വിവരങ്ങളുമായി. അരുൺ, തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെ ഉണ്ടായത്? സജിൻ, രാത്രി 9:30 കൂടിയാണ് ഈ തീ പടരുന്നത്. കാസർഗോഡ് മുളിയാർ നെക്രംപാറയിലാണ് ഈ കയർ ഫാക്ടറി നിൽക്കുന്നത്. സ്കന്ദ കയർ ഫാക്ടറിയാണ്. ഇവിടെ ചകിരിക്കാണ് ആദ്യം തീ പിടിച്ചത്. പിന്നീട് ആ തീ വ്യാപിക്കുകയായിരുന്നു. ഫാക്ടറിയുടെ ഒരു ഭാഗം മുഴുവൻ ഇപ്പോൾ കത്തി നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം, കാസർഗോഡ് നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ഇപ്പോൾ ഭാഗികമായി തീ അണയ്ക്കാൻ സാധിച്ചു എന്ന വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ ചകിരി ആയതിനാൽ തന്നെ തീ വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. തീ വല്ലാത്ത രീതിയിൽ അവിടെ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ആ തീയും പുകപടലങ്ങളും അടയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഉള്ളത്. ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രജി, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകൾ നോക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വകാര്യ വസതിയിൽ ആക്രമണ ശ്രമം. ഫ്ലോറിഡയിലെ മാറലാഗോ വസതിയിലേക്ക് അതിക്രമിച്ചു കടന്ന അക്രമിയെ വെടിവെച്ചു കൊന്നു. തോക്കും ഇന്ധന ക്യാനുമായാണ് അക്രമി എത്തിയത്. പ്രാദേശിക സമയം പുലർച്ചെ 1:30 ഈ സംഭവം. ഈ സമയത്ത് ട്രംപ് വസതിയിൽ ഉണ്ടായിരുന്നില്ല. FBI അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേതുൾപ്പെടെയുള്ള ചികിത്സാ പിഴവുകളെ ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ചുവെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി മന്ത്രി സജി ചെറിയാനും രംഗത്തു വന്നു. അതേസമയം നിർമ്മാണം പൂർത്തിയാക്കാതെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുങ്ങുന്നു എന്നാരോപിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വീഡിയോ പുറത്തിറക്കി. ചികിത്സാ പിഴവ് വ്യക്തമായിട്ടും ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലക്ഷക്കണക്കിന് സർജറി കേരളത്തിൽ നടക്കുന്നു. വണ്ടാനത്തേത് ഒറ്റപ്പെട്ട സംഭവമെന്ന് MV ഗോവിന്ദന്റെ ന്യായീകരണം. അതേ ഒന്നോ രണ്ടോ ഉണ്ടാവും. അത് കഴിഞ്ഞില്ലേ പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഈ നിലയിൽ തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും CPIMന്റെ മുന്നറിയിപ്പ്. MV ഗോവിന്ദന് മറുപടിയുമായി പ്രതിപക്ഷം. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ കുറെ മിടുക്കന്മാർ കേരളത്തിൽ മന്ത്രിമാരായിട്ടുണ്ട്. അവരെ ഓർത്ത് സഹതപിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത്രയേറെ വേട്ടയാടപ്പെട്ട മറ്റൊരു മന്ത്രിയില്ലെന്ന് വീണ ജോർജിനെ വേദിയിലിരുത്തി സജി ചെറിയാൻ. ടാർഗറ്റ് ചെയ്യാണ്. സംശയം എന്താ? അവരെ ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്യാണ്. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം പലതരത്തിൽ കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടെ മണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിലും ഉദ്ഘാടനം നടത്താൻ ഒരുങ്ങുന്ന പദ്ധതികൾക്കെതിരെ പരിഹാസ വീഡിയോയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. ഒരു പാരലൽ റോഡ് സംവിധാനമില്ലാതെ 20 ദിവസമായി കോൺക്രീറ്റ് പൊളിച്ചത് ഉദ്ഘാടനത്തിന് വേണ്ടി മന്ത്രി 24 തിരുവനന്തപുരം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ ഡോക്ടർ ജെ ഷാഹിദയ്ക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ സമിതി. പ്രോട്ടോകോൾ പാലിക്കാനാകാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറും. അതേസമയം ശസ്ത്രക്രിയാ പിഴവിൽ കൂടുതൽ പേരെ പ്രതിചേർക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിലെ ഏകപ്രതി 2021 ശസ്ത്രക്രിയ നടത്തിയ വൈദ്യസംഘത്തിന്റെ മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മാത്രം. അറസ്റ്റ് ഉടനുണ്ടാവുമെന്നാണ് സൂചന. പ്രതിപട്ടിക വിപുലീകരിക്കാനുള്ള നടപടികളും പോലീസ് തുടങ്ങി. 1 നിന്ന് 9 പ്രതികളുടെ എണ്ണം വർദ്ധിച്ചേക്കും. ഉഷ ജോസഫിന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദ, നഴ്സിംഗ് ഓഫീസറായിരുന്ന PS ധന്യ എന്നിവരെ പ്രതി ചേർക്കും. സംഘത്തിലുണ്ടായിരുന്ന 9 പേരുടെ മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ഉഷയുടെ മെഡിക്കൽ രേഖകളും ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ സംഘം തയ്യാറാക്കിയത് വിചിത്ര അന്വേഷണ റിപ്പോർട്ട്. ശസ്ത്രക്രിയയിൽ പ്രോട്ടോകോൾ പാലിച്ചില്ല. ജീവനക്കാരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ ഡോക്ടർക്ക് വീഴ്ചയില്ല. പിഴവിന്റെ ഉത്തരവാദി ആരെന്ന കണ്ടെത്തലും റിപ്പോർട്ടിലില്ല. ശസ്ത്രക്രിയ കൃത്യമായി പൂർത്തീകരിച്ചെന്നും പിഴവുകളില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് തുന്നിക്കെട്ടിയതെന്ന സംഘാംഗങ്ങളുടെ മൊഴിയും റിപ്പോർട്ടിലുണ്ട്. ഉഷയുടെ വയറ്റിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സ് നാളെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഉപകരണത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുകയാണ് ലക്ഷ്യം. 24 ആലപ്പുഴ. അവയവദാനത്തിലൂടെ 5 കുരുന്നുകൾക്ക് പുതുജീവനേകിയ ആലിൻ ഷിറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവയവദാനത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയാണ് ആലിൻ യാത്രയായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം നൽകുന്ന അംഗീകാരമായി കാണുന്നുവെന്ന് ആലിന്റെ മുത്തച്ഛൻ പ്രതികരിച്ചു. അതേസമയം അവയവദാനത്തിന് പിന്നാലെ സൈബർ ആക്രമണം നേരിടുകയാണ് ഇപ്പോഴും കുടുംബം. അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ച് വിട പറഞ്ഞ കുഞ്ഞുമാലാഖ ആലിനെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ രാജ്യം കേട്ടിരുന്നു. कुछ ही दिन पहले हमने केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है.
इतने गहरे दर्द के बीच भी आलिन के पिता अरुण अब्राहम और मां शेरिन ने एक ऐसा फैसला लिया जिससे हर देशवासी का हृदय उनके प्रति सम्मान से भर गया है. ഏറെക്കാലം ജീവിച്ചിരിക്കേണ്ട കുഞ്ഞായിരുന്നു. നിരവധി സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് വിട പറഞ്ഞത്. എല്ലാമായ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന വേദനയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം മൻ കി ബാത്തിൽ ആലിൻ ഷെറിനെ പ്രധാനമന്ത്രി പരാമർശിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ആലിന്റെ മുത്തച്ഛൻ പ്രതികരിച്ചു. എന്നാൽ അവയവദാനത്തിന് പിന്നാലെ കുടുംബം കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്ന് റെജി സാമുവേൽ. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി വേറെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് ലോകത്ത്, എന്തുമാത്രം ഇത്തരത്തിലുള്ളൊരു 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കുക, ഞങ്ങൾ ഈ ചില കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു, എന്തൊരടിസ്ഥാനരഹിതമാണ്, വളരെ മോശം. ഇത് മലയാളിക്ക് ചേർന്നതല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. റീച്ച് കിട്ടാൻ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്നും റെജി സാമുവേൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ നിയമമന്ത്രി പി രാജീവ് വിധിയിൽ അസാധാരണത്വമെന്നും സുപ്രീംകോടതി വിധി പോലെയെന്നുമാണ് പ്രതികരണം. അതിനിടെ വിധിയിലെ പരാമർശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ SIT നീക്കം തുടങ്ങി. തന്ത്രി പെരുങ്കള്ളന്മാരുടെ കൂട്ടത്തിലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കിയെന്ന് പ്രതിപക്ഷവും പ്രതികരിച്ചു. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല, തന്ത്രിക്കെതിരെ തെളിവുകളില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് ജാമ്യം അനുവദിച്ചുള്ള കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിലുള്ളത്. ഈ പരാമർശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിക്കുക. തന്ത്രിക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും ഹൈക്കോടതിയെ അറിയിക്കും. ജാമ്യ ഉത്തരവിന്റെ പിൻബലത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട് തന്ത്രി മേൽക്കോടതിയെ സമീപിക്കുന്നത് തടയുന്നതും SITയുടെ ലക്ഷ്യമാണ്. കൊല്ലം വിജിലൻസ് കോടതി വിധിക്കെതിരെ നിയമമന്ത്രി പി രാജീവ് രംഗത്തെത്തി. 90 ദിവസം കഴിഞ്ഞല്ലോ ജാമ്യം കൊടുക്കുക, അങ്ങനെയൊക്കെ കോടതിക്ക് തീരുമാനിക്കാം. പക്ഷേ ഒരു അവസാന വിധി പോലെയുള്ളതായിട്ടാണ് ഇതിനകത്ത് പരാമർശം കണ്ടിട്ടുള്ളത്. അത് ഒരു അസാധാരണത്വം അതിനകത്തുണ്ട്. ഒരു തെളിവില്ല എന്ന മട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ സുപ്രീം കോടതിക്ക് പറയാനുള്ള അധികാരം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംവിധാനം വെച്ചുള്ളൂ. തന്ത്രിയെ ചൊല്ലി രാഷ്ട്രീയ വാക്പോരും ശക്തമാണ്. തന്ത്രി പെരുങ്കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്നയാളെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആ കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. പൂർത്തിയായിട്ട് വരുമ്പം എന്താണ് ചാർജ്, അതുപോലെ തന്നെ ഈ തന്ത്രിയുടെ ചാർജ് എന്താണെന്നൊക്കെ പറയും. അന്നേരം നോക്കാം. തന്ത്രിയിൽ ഈ പറയുന്ന പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കില്ലേ. പകയോടെ തന്ത്രിയെ അകത്താക്കിയെന്നും മുഖ്യമന്ത്രിയും ഓഫീസുമാണ് പിന്നിലെന്നും പ്രതിപക്ഷം. മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. SIT ഈ കാര്യത്തിൽ എന്തോ പകയോടുകൂടി ഇദ്ദേഹത്തെ അകത്താക്കിയതുപോലെ തോന്നുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെന്ന ദിവസം തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അന്ന് പെരുങ്കള്ളെന്ന് വിളിക്കുകയും ഈ ശ്രീധരൻപിള്ള ദൈവത്തെക്കാൾ മുകളിലാണോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ തരം താണ ഒരു ഏർപ്പാടായിപ്പോയി. ഇത് പാടില്ല. 24 കൊച്ചി. ഇന്ത്യ US വ്യാപാര കരാറിലെ അന്തിമ ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്താനിരുന്ന യോഗം മാറ്റിവെച്ചു. ഇന്ത്യൻ സംഘത്തിന്റെ നാളെ ആരംഭിക്കാനിരുന്ന US സന്ദർശനം മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന US സുപ്രീം കോടതിയുടെ വിധിക്ക് പിന്നാലെയാണ് ആശയക്കുഴപ്പമുണ്ടായത്. വിധിക്ക് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ആഗോളതലത്തിൽ 15% വീണ്ടും തീരുവ പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം യോഗം പുനഃക്രമീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയിലെ കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ വിജയം ദഹിക്കാൻ കഴിയാത്ത ചില രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തുണ്ട്, രാജ്യത്തെ അപമാനിക്കുകയാണ് അവർ ചെയ്തതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. വിദേശ അതിഥികൾക്ക് മുൻപിൽ നഗ്നരായി കോൺഗ്രസ് പ്രവർത്തകർ വേദിയിലെത്തി. പരിപാടി അലങ്കോലമാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. നമോ ഭാരത് ട്രെയിൻ ഉദ്ഘാടന വേദിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. കോടികളുടെ തട്ടിപ്പ് നടന്ന തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDFന് ജയം. 13-അംഗ ഭരണസമിതിയിലെ മുഴുവൻ സീറ്റും LDF നിലനിർത്തി. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ചെന്നൈയിലെ പെരമ്പൂരിൽ മത്സരിക്കണം എന്ന് പ്രമേയം.
ഇന്ന് ചേർന്ന ഭാരവാഹികളുടെ യോഗത്തിലാണ് പ്രമേയം പാസാക്കിയത്. ഇലക്ഷൻ ക്യാമ്പയിൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആദവ് അർജുന പങ്കെടുത്ത യോഗത്തിലാണ് പ്രമേയം പാസാക്കിയത്. പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇക്കാര്യം വിജയിയെ അറിയിക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്ത TVK ജനറൽ സെക്രട്ടറി N ആനന്ദ് പറഞ്ഞു. വടക്കൻ ചെന്നൈയിലെ DMK മണ്ഡലമാണ് പെരമ്പൂർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 54,976 വോട്ടുകൾക്കാണ് DMK മണ്ഡലത്തിൽ വിജയിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ നടത്താൻ കാലതാമസം ഉണ്ടായി, തീരുമാനമെടുക്കാൻ ഡോക്ടർ വൈകി എന്നും കണ്ടെത്തൽ. 3-അംഗ സമിതി ആരോഗ്യ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയുണ്ടായതായി കണ്ടെത്തൽ. 3-അംഗ അന്വേഷണ സംഘം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത്. ആരോഗ്യ വിവരം ബന്ധുക്കൾ തുടരെ അറിയിച്ചിട്ടും സിസേറിയൻ നടത്താൻ കാലതാമസമുണ്ടായി. സിസേറിയൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ ഡോക്ടർ വൈകി. കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടായിരുന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കി. ഡോക്ടർ ബിന്ദു സുന്ദറിന് 2 തവണ വീട്ടിലെത്തി പണം നൽകിയെന്ന ബന്ധുക്കളുടെ ആരോപണവും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഷനിൽ തുടരുകയാണ് ഡോക്ടർ ബിന്ദു സുന്ദർ. ഡോക്ടർക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് KGMOയെ നാളെ മുതൽ കടുത്ത സമരമുറകളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ OP ബഹിഷ്കരണം തുടരും. 24 തിരുവനന്തപുരം. തൃശൂരിലെ കരിവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDFന് വൻ ജയം. ആ റിപ്പോർട്ട് കാണാം. നിക്ഷേപകരെയാകെ പ്രതിസന്ധിയിലാക്കിയ കോടികളുടെ തട്ടിപ്പിന് ശേഷം കരിവന്നൂർ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബാങ്ക് ഭരണം LDFന് തന്നെ. 11 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആധികാരിക ജയമാണ് LDF നേടിയത്. നേരത്തെ 2 സീറ്റുകളിൽ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്നു. ആകെ പോൾ ചെയ്ത 3039 വോട്ടുകളിൽ 1700-ലധികം വോട്ടുകൾ CPIM നേതൃത്വം നൽകുന്ന പാനൽ നേടി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്താതെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സുതാര്യമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ, ജനങ്ങളുടെ പ്രത്യേകിച്ച് സഹകാരികളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. ജനങ്ങൾ ഇപ്പോൾ ഞങ്ങളിൽ അർപ്പിച്ച ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ്യത, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളെ കൂടുതൽ വിനയാനിതരാക്കുകയാണ്. കരുവന്നൂരിൽ EDയുടെ അന്വേഷണവും ഹൈക്കോടതി നടപടികളും നടക്കുന്നതിനിടെയാണ് LDF ഭരണസമിതി തിരിച്ചെത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ കരുവന്നൂർ ബാങ്കിൽ വിജയിക്കാനായത് ഇടതുപക്ഷത്തിന് ആശ്വാസമാണ്. പാനലിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീലാൽ ആയിരിക്കും കരുവന്നൂർ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റെന്നാണ് സൂചന. 24 തൃശൂർ. വായനയെ പ്രോത്സാഹിപ്പിക്കാൻ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് പരിഗണനയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. 10 മാർക്ക് കൊടുക്കാനുള്ള തീരുമാനം അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വായനയ്ക്ക് ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്നുള്ള ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെയും എഴുത്തുകാരുടെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ തന്നെ യോഗം ചേർന്നു. പ്രാഥമിക റിപ്പോർട്ട് അവർ നൽകിയിരിക്കുന്നത് പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ അത് പരിഗണിക്കപ്പെടുകയും 10 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്നുള്ള നിലയിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയൊക്കെ തന്നെ അനുവാദത്തോടു കൂടി നമുക്ക് നടപ്പിലാക്കാൻ അടുത്ത അക്കാഡമിക് ഇയറിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 10 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിന് വേണ്ടി ഇപ്പോഴേ വായിച്ചു തുടങ്ങുക. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 2ാം മത്സരത്തിലും തോൽവി. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയോട് മറുപടിയില്ലാത്ത 1 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. 47-ാം മിനിറ്റിൽ ലലീൻ സുവാലെ ചങ്തിയാണ് വിജയ ഗോൾ നേടിയത്. 28-ന് കൊച്ചിയിൽ തന്നെ ഇന്റർ കാശിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ ചികിത്സാ പിഴവിൽ കുഞ്ഞു മരിച്ചെന്ന് പരാതി. ശ്വാസതടസ്സം നേരിട്ടതിന് ആശുപത്രിയിൽ എത്തിച്ച 2.5 വയസ്സുകാരി ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ മരിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കാട്ടാക്കട മമൽ ആശുപത്രിക്കെതിരെയാണ് പരാതി. ആദ്യം പ്രതികരണം കാണാം. ആ പ്രതികരണത്തിലേക്ക് പിന്നെ വരാം. മേഘന മുരളി വിവരങ്ങളുമായി ചേർന്നു. മേഘന, എന്താണ് കുടുംബം പറയുന്നത്? ഇപ്പോൾ ഈ ആശുപത്രിക്കെതിരെ ഈ രീതിയിലുള്ളൊരു ആരോപണം ഉന്നയിക്കാനിടയേണ്ട സാഹചര്യം എന്താണ്? വിവരങ്ങൾ.
പ്രജിൻ 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമയാണ് ഇന്ന് രാത്രിയോടുകൂടി മരിക്കുന്നത്. അതിൽ പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത് കാട്ടാക്കട മമ്മൽ ആശുപത്രിക്കെതിരെ അല്ലെങ്കിൽ മമ്മൽ ആശുപത്രിയിൽ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടിക്ക് കണ്ണുമായി ബന്ധപ്പെട്ട് ഒരു രോഗമുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പനി വരുന്നു. ആ പനിയെ തുടർന്ന് ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ കാട്ടാക്കട മമ്മൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിനുശേഷം കുട്ടിക്ക് 2 ഇഞ്ചക്ഷൻ വെച്ചു. അതിനുശേഷം കുട്ടി ബോധരഹിതയായി എന്നുള്ളതാണ് ഈ ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്, അല്ലെങ്കിൽ ഈ കുടുംബമടക്കം പറയുന്നത്. ഈ ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ബോധരഹിതയായി, അതിനുശേഷം മരിച്ചു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പിതാവും ഇപ്പോൾ ഒരു പ്രതികരണമായി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കുട്ടിയുടെ നില മോശമായതും അതിനുശേഷം നെയ്യാർ മെഡിസിറ്റിയിലേക്ക് ഈ ആശുപത്രി അധികൃതർ തന്നെ, മമ്മൽ ആശുപത്രി അധികൃതർ തന്നെ മാറ്റുന്നുണ്ട്. ആ സമയത്ത് ഈ ആശുപത്രിയിൽ നിന്ന് നെയ്യാർ മെഡിസിറ്റിയിലേക്ക് മാറ്റുന്ന സമയത്ത് തന്നെ കുട്ടി മരിച്ചിരുന്നു. ആ കാര്യം പോലും കുടുംബത്തെ അറിയിച്ചില്ല. കൂടാതെ കുടുംബത്തിലെ ആരെയും ബന്ധുക്കളെയൊന്നും ഈ ആംബുലൻസിൽ കയറ്റാതെയാണ് നെയ്യാർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയത് അടക്കമുള്ള കാര്യങ്ങളും ഈ കുടുംബം പിതാവ് അടക്കം പരാതിയായി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഒരു അനാസ്ഥ പറയുന്നത്, ഈ ആശുപത്രിയിൽ എത്തിക്കാൻ നെയ്യാർ മെഡിസിറ്റിയിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് ഈ മമ്മൽ ആശുപത്രിയിൽ നിന്ന് എത്തിക്കാൻ കാലതാമസം ഉണ്ടായി. നെയ്യാർ മെഡിസിറ്റിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുട്ടി അരമണിക്കൂർ മുന്നേ മരിച്ചു എന്നുള്ള കാര്യമാണ് അറിയിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ഇഞ്ചക്ഷൻ വെച്ചതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം കൂടി കുടുംബം സംശയിക്കുന്നുണ്ട്. 2 ഇഞ്ചക്ഷൻ 2 കൈകളിലായി വെക്കുന്നു. ആ സമയത്ത് തന്നെ കുട്ടി ബോധരഹിതയായി വലിയ തരത്തിലുള്ള ശ്വാസതടസ്സം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിൽ ആര്യനാട് പോലീസ് ഇപ്പോൾ ദുരൂഹ മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. കൂടാതെ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം നെയ്യാർ മെഡിസിറ്റിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് മറ്റു കാരണങ്ങൾ, ഇനി എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മമ്മൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണങ്ങൾ കൂടി തേടിയിരുന്നു. അവിടെ ഒരു പ്രതികരണമില്ല. അവർ ഫോൺ എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കുടുംബം തുടരുക. ഇപ്പോൾ എന്തായാലും ആ കുടുംബത്തിന്റെ പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. മോള് പറഞ്ഞു മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു, പിന്നെ മുട്ടായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് 2 വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ആവി മാറ്റുന്നതൊക്കെ മാറ്റി നോർമലായിരിക്കുകയാണ്, കളിച്ച് ചിരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു മോളെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കൈയിൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചെറിയ ഇങ്ങനെ കോണിപ്പോയിട്ട് ഞാൻ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞ് വീഴുകയാണ് ചെയ്തത്. അപ്പോഴെന്നെ അടുത്ത ഡോക്ടർമാർ ഓടി വന്നു. നെഞ്ചിൽ കുറേ പ്രാവശ്യം ഒരു 10-30 മിനിറ്റോളം CPR-ഉം ECG ഒക്കെ വെച്ച് നോക്കി. രക്ഷപ്പെടാതെ നമ്മൾ പോലും പറയാതെ ഇവർ നേരെ ആംബുലൻസിൽ കയറ്റി. നമ്മളാരെയും കയറ്റിയില്ല. ഇവർ 2 ഡോക്ടർമാർ, ആര്യൻ ഭാര്യ ഡോക്ടറും ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും പിന്നെ ആംബുലൻസിലെ 2 സ്റ്റാഫുകളും കൂടി ചേർന്ന് നമ്മളെ കയറാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ ബഹളം വെച്ച് ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നെയ്യാർ മെഡിസിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയും കൂടെ കയറ്റിക്കൊണ്ട് നെയ്യാർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ, അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് ആദ്യമേ കൊണ്ടുവന്നപ്പോഴേ ഡെറ്റായിരുന്നു, മരണപ്പെട്ടാണ് കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മളൊരു 10 പ്രാവശ്യം മരുന്ന് കൊടുക്കാം, ആ മരുന്ന് കൊടുത്തിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി തിരിച്ച് കൊണ്ടുവരാൻ നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരീകരിക്കേണ്ടി വരും. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം മരുന്ന് കൊടുത്തപ്പോൾ തന്നെ നമുക്കൊരു 10 മിനിറ്റോളം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുകയും ചെയ്തു. യെസ്, എന്തായാലും ആ മരിച്ച 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമയുടെ പിതാവാണ് അവർക്കുണ്ടായ ഈ ദുരനുഭവം ഇപ്പോൾ വ്യക്തമാക്കിയത്, വിശദമാക്കിയത്. മേഘന തുടരുന്നുണ്ട്. മേഘന, അത്യന്തം ഗുരുതരമായ പിഴവാണ് അങ്ങനെയെങ്കിൽ അവിടെ സംഭവിച്ചത്. ഈ ആശുപത്രിയെ ബന്ധപ്പെട്ടെങ്കിലും അവർ ഫോൺ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മേഘന പറഞ്ഞത്. ഈ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളതായൊക്കെ ഈ കുടുംബം പറയുന്നുണ്ടോ? ഇതിപ്പോൾ അവർക്ക് മുന്നിൽ നിന്നാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറയുന്നു. ആ സമയത്താണ് കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടായതും പിന്നീട് മരിക്കുന്ന സാഹചര്യം, കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് പറയുന്നു. അത് കണ്ടു നിൽക്കേണ്ടി വന്ന ആളാണ് ആ പിതാവ്. അദ്ദേഹം ആ കാര്യങ്ങൾ തുറന്ന് പറയുന്നുമുണ്ട്. വിവരങ്ങൾ തീർച്ചയായും പ്രജിൻ, അതിൽ വൈകാരിക നിമിഷങ്ങളിലൂടെ തന്നെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. ഇപ്പോഴും കുട്ടിയുടെ മൃതദേഹം അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളടക്കം നാളെ നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. അതിൽ പ്രധാനപ്പെട്ട കാര്യം 18-ാം തീയതി മുതൽ തന്നെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കൺപോളയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്വാസതടസ്സം, അതുപോലെ പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ ആശുപത്രികളിൽ ഈ കുട്ടി ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ ആര്യനാട് ഗവൺമെന്റ് ആശുപത്രിയിലടക്കം ചികിത്സ തേടിയിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും ആ ബുദ്ധിമുട്ടും ശ്വാസതടസ്സവും ഒക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഈ മമ്മൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. മമ്മൽ ആശുപത്രിയിൽ നിന്ന് എത്തിച്ചപ്പോൾ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നു. പക്ഷേ 2 ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം കുട്ടി ബോധരഹിതയായി എന്നുള്ള കാര്യമാണ് പ്രധാനമായും പിതാവ് പറയുന്നത്. അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ്
ഇഞ്ചക്ഷൻ എടുത്തത്. ആ സമയത്ത് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ വരെ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നു. പക്ഷെ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ 2 ഇഞ്ചക്ഷൻ എന്തിൻ്റെതാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ആശുപത്രി ഡോക്ടർമാരുടെ അടക്കം സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ കുടുംബം ഇപ്പോൾ പറയുന്നത് 2 ഇഞ്ചക്ഷൻ എടുത്തു, അതിനുശേഷം ബോധരഹിതയായി എന്നുള്ളതാണ്. അതിനുശേഷവും അവിടെ പിന്നീട് അത്യാഹിത വിഭാഗത്തിലേക്ക്, നെയ്യാർ മെഡിസിറ്റിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റാനും സമയമെടുത്തു. അതിനുശേഷം ഈ ആംബുലൻസിൽ കയറ്റാൻ ബന്ധുക്കളെ സമ്മതിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പിതാവ് ഉന്നയിക്കുന്നത്. നെയ്യാർ മെഡിസിറ്റിയിലേക്ക് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ബന്ധുക്കളെ അവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചത് എന്നുള്ള കാര്യം. അതിൽ ഈ കുട്ടിക്ക് ഒരു മരണകാരണമായേക്കാവുന്ന ഒരു രോഗം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ശ്വാസതടസ്സവും അതുപോലെ തന്നെ പനിയുമാണ് ഉണ്ടായത്. അത് എങ്ങനെ മരണത്തിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അതിൽ നിർണായകമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും കുടുംബം ഒരു ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മമൽ ആശുപത്രിയുടെ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. മമൽ ആശുപത്രി അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി അറിയാനുണ്ട്. പക്ഷേ ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, അതിൽ തന്റെ കുഞ്ഞു മരിച്ചത് ഈ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ്, ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ടാണ് എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. മേഘ്ന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ഗുരുതരമായൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന മമൽ ആശുപത്രിക്കെതിരെ. എന്തായാലും ഈ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം അതിന്റെ ഭാഗമായി ഉണ്ടാകും. ഈ ഇഞ്ചക്ഷൻ തന്നെയാണോ ഈ മരണത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യം, അതുതന്നെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.